തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന ആളുകളിൽ പ്രധാനി, റസൂലിൻ്റെ പല യുദ്ധങ്ങളിലും സൈനിക നേതൃത്വം ഏൽപ്പിക്കപ്പെട്ടിരുന്ന പ്രമുഖ സ്വഹാബി, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ ഇല്ലാതിരുന്ന പല ഘട്ടങ്ങളിലും അവിടുത്തെ എല്ലാ ഉത്തരവാദിത്തങ്ങളും നിർവഹിച്ചിരുന്ന വളരെ പ്രധാനപ്പെട്ട മഹത് വ്യക്തിത്വത്തിനുടമയാണ് സെയ്ദ്. ആരാണ് സെയ്ദ്? അവരുടെ കഥ എന്താണ്? കഥ കേൾക്കാം. ഒരിക്കൽ സഅലബയുടെ മകൾ സുഅദ തൻ്റെ ഗോത്രക്കാരായ ബനു മഅൻകാരെ സന്ദർശിക്കാൻ വേണ്ടി പരിവാരങ്ങളോടൊപ്പം പുറപ്പെട്ടു. കൂടെ പ്രിയപ്പെട്ട മകനായ സെയ്ദ് ബിനു ഹാരിസത്തിൽ കഅബിയും ഉണ്ടായിരുന്നു. സുഅദയും മകനും അവരുടെ ഗോത്രത്തിൻ്റെ ആ പ്രദേശത്തെത്തുന്നതിന് ഏതാനും സമയങ്ങൾക്ക് മുമ്പ് ബനുൽ ഖൈൻ ഗോത്രത്തിൽപ്പെട്ട ഏതാനും കുതിരപ്പടയാളികൾ അവരുടെ മുകളിലേക്ക് ചാടി വീണു. അവരെ ആക്രമിക്കുകയും അവരിലുണ്ടായിരുന്ന സമ്പത്ത് മുഴുവനും കൊള്ളയടിക്കുകയും ചില സ്ത്രീകളെയും കുട്ടികളെയും പിടിച്ചുകൊണ്ടുപോയി അടിമകളായി പിടികൂടുകയും ചെയ്തു. അവർ പിടിച്ചുകൊണ്ടുപോയവരുടെ കൂട്ടത്തിൽ സുഅദയുടെ മകൻ ഹാരിസും ഉണ്ടായിരുന്നു. അന്ന് 8 വയസ്സ് മാത്രം ഉണ്ടായിരുന്ന ഹാരിസ് എന്ന ആ ബാലനെയും കൊണ്ട് ആ സംഘം ആളുകൾ നേരെ ചെന്നത് മുക്കാല് ചന്തയിലേക്കായിരുന്നു. മുക്കാല് ചന്തയിൽ അടിമ വിൽപ്പന നടത്തുന്ന പ്രദേശത്ത് ആ ബാലനെ അവർ വിൽപ്പനയ്ക്ക് വെച്ചു. ഉടനെ തന്നെ നല്ല ഉഷിരുള്ള ഈ ബാലനെ കാണുന്ന നിമിഷം ഖുറൈശികളിൽപ്പെട്ട ഒരു വലിയ മുതലാളി ചോദിച്ച അത്രയും സംഖ്യ കൊടുത്തുകൊണ്ട് ആ ബാലനെ അടിമപ്പണി ചെയ്യിപ്പിക്കുവാൻ വേണ്ടി സ്വന്തമാക്കുകയാണ് ഉണ്ടായത്. ഹക്കീം ഇബ്നു ഹസാം ഇബ്നു ഖുവൈലിദ് എന്ന മുതലാളിയാണ് 400 ദിർഹം നൽകി ആ ബാലനെ അന്ന് സ്വന്തമാക്കിയത്. സെയ്ദിനെ മാത്രമല്ല, കൂട്ടത്തിൽ മറ്റു പല അടിമക്കുട്ടികളെയും സ്വന്തമാക്കിയാണ് അവർ വീട്ടിലേക്ക് പോയത്. ഹക്കീം ഇബ്നു ഹസാം തിരികെ വീട്ടിലെത്തി കുറച്ചു കഴിഞ്ഞ് അവരുടെ പിതാവിൻ്റെ സഹോദരിയായ ഖദീജ ബിൻത്ത് ഖുവൈലിദ് റളിയല്ലാഹു അൻഹ അവരെ കാണാൻ വന്നു. അമ്മായിയോടുള്ള സ്നേഹത്തോടു കൂടെ അവർ പറഞ്ഞു, ഖദീജ, ഞാൻ മുക്കാദ് ചന്തയിൽ നിന്നും ഏതാനും അടിമക്കുട്ടികളെ വാങ്ങിയിട്ടുണ്ട്. ഇതിലേതെങ്കിലും ഒന്നിനെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒന്നിനെ നിങ്ങൾ തിരഞ്ഞെടുത്ത് കൊണ്ടുപോവുക. നിങ്ങൾക്കത് എൻ്റെ ഒരു പാരിതോഷികം, ഒരു സമ്മാനമായി മാറട്ടെ എന്ന്. ഖദീജ ഓരോ കുട്ടികളെയും അതിസൂക്ഷ്മമായി നിരീക്ഷിച്ചു. ബുദ്ധികൂർമ്മതയും കുലീനതയും കണ്ട ഒരു കുട്ടിയെയാണ് അവർ തിരഞ്ഞെടുത്തത്. ആ കുട്ടിയുടെ പേര് സെയ്ദ് ബിൻ ഹാരിസ് എന്നായിരുന്നു. ആ കുട്ടിയെയും കൂട്ടി ഖദീജ റളിയല്ലാഹു അൻഹ വീട്ടിലേക്ക് തിരിച്ചു. ഖുവൈലിദിൻ്റെ മകളായ ഖദീജ എന്നവരും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും വിവാഹം നടക്കുന്നതിൻ്റെയും മുമ്പാണ് ഈ സംഭവം നടക്കുന്നത്. അങ്ങനെ ഏതാനും നാളുകൾക്ക് ശേഷം അവർ തമ്മിലുള്ള വിവാഹം നടക്കുകയാണ്. വിവാഹത്തിന് ശേഷം എന്താണ് ഭർത്താവ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു സമ്മാനം നൽകുക എന്ന് ഖദീജ റളിയല്ലാഹു അൻഹ ആലോചിച്ചു. കുറേ ആലോചിച്ചപ്പോൾ മനസ്സിലായ ഒരു കാര്യം, ആ എന്തിനും കഴിവുള്ള, ബുദ്ധിയുള്ള, കുലീനതയുള്ള ആ സെയ്ദ് ബിൻ ഹാരിസിനേക്കാളും ഒരു വലിയ സമ്മാനം ഭർത്താവിന് നൽകാനില്ല എന്ന് മനസ്സിലാക്കി ഖദീജ റളിയല്ലാഹു അൻഹ ഭർത്താവ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അടിമച്ചന്തയിൽ നിന്ന് വാങ്ങപ്പെട്ട് അവർക്ക് സമ്മാനമായി കിട്ടിയ ആ കുട്ടിയെ പ്രിയപ്പെട്ട ഭർത്താവിന് സമ്മാനമായി നൽകുകയായിരുന്നു. എത്ര ഭാഗ്യമുള്ള കുട്ടി! എന്തൊരു സമ്മാനം! ഹബീബിൻ്റെ കരങ്ങളിലാണ് ആ കുട്ടി അവസാനം എത്തിപ്പെട്ടത്. എന്തൊരു ഭാഗ്യമാണ് ബാലനായ സെയ്ദ് ബിൻ ഹാരിസിന് ലഭിച്ചത്. അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രിയപുത്രൻ, മക്കയിലെ എല്ലാവരാലും അംഗീകരിക്കപ്പെടുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ജീവിക്കുവാനും അവിടുത്തെ ശിക്ഷണം ഏറ്റുവാങ്ങുവാനും അവിടുത്തെ ആ ജീവിതം, മഹത്തായ ജീവിതം ഓരോ സെക്കൻഡുകളും കണ്ടാസ്വദിച്ച് കൂടെ ജീവിക്കുവാനുമുള്ള അതിമഹത്തായ സുവർണാവസരമാണ് ആ ബാലന് കൈവന്നത്. എന്നാൽ മറുഭാഗത്ത് സെയ്ദിനെ ആ ഒരു ആക്രമണത്തിൽ നഷ്ടപ്പെട്ട സെയ്ദിൻ്റെ പ്രിയപ്പെട്ട മാതാവ് സുഅദയുടെ അവസ്ഥ എന്തായിരുന്നു? മകൻ എവിടെയാണ്? മകൻ ജീവിച്ചിരിപ്പുണ്ടോ അതോ കൊല്ലപ്പെട്ടുവോ? ഒന്നും അറിയാതെ ഓരോ സെക്കൻഡുകളും നീറി ജീവിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ആ മാതാവ്. എവിടെയെങ്കിലും ഒന്ന് ഉണ്ട് എന്നെങ്കിലും അറിഞ്ഞാൽ വലിയ സന്തോഷമാകുമായിരുന്നു. ആ മകൻ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലേ എന്നുപോലും അറിയാത്ത അവസ്ഥ, കൂടുതൽ ഭീകരമായ അവസ്ഥ അവർക്ക് സൃഷ്ടിക്കുകയായിരുന്നു. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചാലും ആശ്വസിപ്പിക്കാനാകാത്ത വിധം അത്രമാത്രം സ്നേഹിച്ചിരുന്ന പൊന്നുമോനെ ആലോചിച്ച് അവർ കരഞ്ഞുകൊണ്ടേയിരുന്നു. അതേപോലെ തന്നെയായിരുന്നു അവിടുത്തെ പ്രിയപ്പെട്ട പിതാവിൻ്റെ അവസ്ഥയും. ഹാരിസ് എന്നവർ
മകനെ അന്വേഷിച്ച് ഓരോ കവലകളിലും ഓരോ ചന്തകളിലും കയറി ഇറങ്ങി. ദൂര ദിക്കുകളിൽ നിന്ന് യാത്രകൾ കഴിഞ്ഞു വരുന്ന കച്ചവട സംഘങ്ങളോട് എൻ്റെ പ്രിയപ്പെട്ട മകനെ നിങ്ങൾ അവിടെയെങ്കിലും കണ്ടുവോ, എന്തെങ്കിലും വിവരം കിട്ടിയാൽ എന്നെ അറിയിക്കണമെന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു. മകനെ ഓർത്ത് സങ്കടത്താൽ, വല്ലാതെ ദുഃഖഭാരത്താൽ ഘനം തൂങ്ങിയ ആ ഹൃദയത്തിൽ നിന്ന് അദ്ദേഹം ചില കവിതകൾ പോലും പാടുകയുണ്ടായി. ആ കവിതകൾ ഇങ്ങനെയായിരുന്നു: സെയ്ദിനു വേണ്ടി ഞാൻ ഒരുപാട് കരഞ്ഞു, എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. അവൻ ജീവിച്ചിരിപ്പുണ്ടോ? എന്നെങ്കിലും ഒരു നാൾ അവൻ മടങ്ങി വരുമോ? അതോ കാലയവനികകൾക്കപ്പുറത്തേക്ക് എൻ്റെ മകൻ മറഞ്ഞുപോയോ? അള്ളാഹുവിനല്ലാതെ ഒന്നും അറിയില്ല. ഞാൻ അന്വേഷിച്ചു കൊണ്ടേയിരിക്കുന്നു. പ്രവാഹമോ പർവ്വതമോ എൻ്റെ മകനെ അപഹരിച്ചു കളഞ്ഞിട്ടുണ്ടാകുമോ? ഉദിച്ചുയരുന്ന സൂര്യൻ അവനെ ഓർമ്മിപ്പിച്ചിട്ടാണ് എൻ്റെ അടുക്കലേക്ക് ഓരോ ദിവസവും എത്തുന്നത്. അസ്തമയ സൂര്യനും എനിക്ക് തരുന്നത് പ്രിയ മകനെക്കുറിച്ചുള്ള ഓർമ്മകൾ തന്നെയാണ്. ഭൂമിയാകെ അവനെ തേടി ഞാൻ അലഞ്ഞു തിരിഞ്ഞു നടക്കും. ഒരിക്കൽ പോലും ആ അലച്ചിൽ എനിക്ക് മടുപ്പുളവാക്കുകയില്ല. എൻ്റെ ഒട്ടകത്തിനൊരു പക്ഷേ ആ യാത്ര ആ അലച്ചിൽ മടുപ്പുളവാക്കിയാലും ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം മകനെ അന്വേഷിച്ചുള്ള യാത്ര ഞാൻ തുടർന്നുകൊണ്ടേയിരിക്കും. ഇങ്ങനെ മനസ്സിൻ്റെ വേദനകൾ കവിതകളായി പാടി ഓരോ ദിക്കിൽ നിന്നും വരുന്ന ആളുകളോട് മകനെ കണ്ടുപോകുമെന്ന് അന്വേഷിച്ചുകൊണ്ട് ആ പിതാവും ആ മാതാവും പ്രാർത്ഥനയാൽ കഴിച്ചു കൂട്ടുകയാണ്. അങ്ങനെ ഇരിക്കെ ഒരു ഹജ്ജ് കാലത്ത് സെയ്ദിൻ്റെ നാട്ടുകാരായ ഒരു സംഘം ആളുകൾ ആ പവിത്രമായ മക്കയിലെ ഭവനത്തെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുകയും ആ അതിപുരാതനമായ ദൈവികമായ ഭവനം ചുറ്റിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ അവർ സെയ്ദിനെ കാണുകയും സെയ്ദിനെ അവർ തിരിച്ചറിയുകയും സെയ്ദ് അവരെയും തിരിച്ചറിയുകയും ചെയ്തു. അവർ തമ്മിൽ സംഭാഷണങ്ങളൊക്കെ നടത്തി. ആ കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് സെയ്ദിൻ്റെ നാട്ടുകാർ നാട്ടിലെത്തി നേരെ പോയത് പിതാവ് ഹാരിതയുടെ അടുക്കലേക്കാണ്. കണ്ട കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് മക്കയിൽ നിങ്ങൾ അന്വേഷിക്കുന്ന പ്രിയപ്പെട്ട മകൻ ഉണ്ട് എന്ന സന്തോഷ വാർത്ത ആനന്ദത്തോടു കൂടെയാണ് പിതാവ് ഹാരിത കേട്ടത്. ഹാരിത പിന്നെ ഒട്ടും താമസിച്ചില്ല. കുറേ കാലമായി അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മകൻ കാബയുടെ നാട്ടിൽ മക്കയിലുണ്ട് എന്ന സന്തോഷമാണ് കേട്ടത്. ഉടനെ തന്നെ മോചിപ്പിക്കാൻ ആവശ്യമായ അത്രയും തുക കയ്യിൽ കരുതിക്കൊണ്ട് തൻ്റെ സഹോദരനായ കാബിനെയും കൂടെ കൂട്ടി മക്ക ലക്ഷ്യമാക്കി അതിവേഗം യാത്ര ചെയ്തു. തൻ്റെ പ്രിയപ്പെട്ട പൊന്നോമനെ വേർപിരിഞ്ഞതു മുതൽ കാണുവാനും കൂടെ കൊണ്ടുവരുവാനും ഒന്നിച്ച് ജീവിക്കുവാനും താല്പര്യം വർദ്ധിച്ച അവസ്ഥയിലാണ് ആ പിതാവ് ഈ സന്തോഷം അറിയുന്നത്. തൻ്റെ മകനെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി എല്ലാ സൗകര്യങ്ങളോടും കൂടെ അവർ മക്കയിലേക്ക് യാത്ര തിരിച്ചു. മക്കയിലെത്തി അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ സയ്യിദന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവർ നേരിട്ട് ചെന്ന് കണ്ടു. എന്നിട്ട് അവരിങ്ങനെ പറഞ്ഞു: അല്ലയോ അബ്ദുൽ മുത്തലിബിൻ്റെ പുത്രനെ, നിങ്ങൾ അള്ളാഹുവിൻ്റെ അടുപ്പക്കാരും അയൽക്കാരുമാണ്, വലിയ നന്മയുടെ ആളുകളാണ്. അഭയം തേടി വരുന്നവരെയും ആശ്രയം തേടി വരുന്നവരെയും ഒക്കെ സഹായിക്കുന്ന മാനസികാവസ്ഥ ഉള്ളവരാണ് നിങ്ങൾ. വിശന്നു വരുന്നവർക്ക് നിങ്ങൾ ഭക്ഷണം നൽകുന്നു, മോഹിച്ചു വരുന്നവർക്ക് സഹായഹസ്തം നിങ്ങൾ നീട്ടുന്നു. അതെല്ലാം നിങ്ങളുടെ നന്മയാണ്. അതുകൊണ്ട് നിങ്ങളുടെ പക്കലുള്ള എൻ്റെ പ്രിയപ്പെട്ട മകനെ മോചിപ്പിക്കുവാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത്. എത്ര തുക നിങ്ങൾ ചോദിച്ചാലും അത് തരാൻ തയ്യാറായിട്ടാണ് ഞങ്ങൾ വന്നത്. ദയവായി ഞങ്ങളുടെ മകനെ മോചിപ്പിച്ച് ഞങ്ങളുടെ കൂടെ പറഞ്ഞയച്ചാലും അതിനുവേണ്ടി എന്താണ് ഞങ്ങൾ ചെയ്തു തരേണ്ടത് എന്ന് പറഞ്ഞാലും. ഇത് കേട്ട തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു: ആരാണ് നിങ്ങളുടെ മകൻ? അപ്പോൾ പറഞ്ഞു: താങ്കളുടെ കൂടെയുള്ള താങ്കളുടെ ഭൃത്യനായ സെയ്ദ് ഇബ്നു ഹാരിത്ത്. അപ്പോൾ തിരുനബി അവരോട് ഇങ്ങനെ പറഞ്ഞു: നിങ്ങൾക്ക് അതിനേക്കാളും നല്ല ഒരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെയോ? അപ്പോൾ അവർ ചോദിച്ചു: എന്താണിത്? അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു: ഞാൻ നിങ്ങളുടെ മകനെ വിളിക്കാം, നിങ്ങളുടെ കൂടെ പറഞ്ഞയക്കാൻ ഞാൻ തയ്യാറുമാണ്. നമുക്ക് അവനോട് ഒന്ന് അന്വേഷിച്ച് നോക്കാം. അവൻ എന്താണ് തിരഞ്ഞെടുക്കുന്നത് അതുപോലെ നമുക്ക് ചെയ്യാം. അവന് നിങ്ങളുടെ കൂടെ വരാനാണ് താല്പര്യമെങ്കിൽ ഒരു നയാ പൈസ പോലും തരാതെ, മോചനദ്രവ്യമായി ഒന്നും വാങ്ങാതെ സന്തോഷത്തോടു കൂടെ ഞാൻ നിങ്ങളുടെ കൂടെ അവനെ പറഞ്ഞേക്കും. ഇത് കേട്ട് വളരെ സന്തോഷത്തോടു കൂടെ പിതാവ് ഹാരിതയും സഹോദരൻ കാബും അതിന് സമ്മതിച്ചു. കാരണം ഇത്രയും നാൾ കുടുംബത്തെ പിരിഞ്ഞ് മാതാപിതാക്കളെ പിരിഞ്ഞിരിക്കുന്ന മകൻ എന്തായാലും തൻ്റെ കൂടെ വരുമെന്ന പൂർണ്ണ ഉറപ്പിലാണ് അതിന് ഹാരിത സമ്മതിച്ചത്. ഉടനെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരാളെ വിളിച്ച് പ്രിയപ്പെട്ട സെയ്ദ് ഇബ്നു ഹാരിത്തിനെ കൊണ്ടുവരാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞിരുന്നു:
ഇനി അവൻ നിങ്ങളുടെ കൂടെ വരാതെ ഇവിടെ എൻ്റെ കൂടെ തന്നെ നിൽക്കുവാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവനെ കൈവിടാൻ എനിക്ക് കഴിയുകയും ഇല്ല. അതിനോട് പൂർണ്ണമായ സമ്മതം പ്രഖ്യാപിച്ചിട്ടാണ് സെയ്ദ് ബിൻ ഹാരിത്ത് എന്തായാലും കൂടെ വരുമെന്ന പ്രതീക്ഷയിലാണ് ഹാരിത്തും കഅബും അതിന് സമ്മതം പറഞ്ഞത്. അങ്ങനെ ഹാരിത്ത് കഅബും കാത്തിരുന്നു. പ്രിയപ്പെട്ട മകൻ സെയ്ദ് അവരുടെ അടുക്കലേക്ക് എത്തി. സന്തോഷത്തോടെ മകനെ നോക്കിക്കൊണ്ട് ഹാരിത്ത പ്രതീക്ഷാപൂർവ്വം കാത്തിരിക്കുകയാണ്. സെയ്ദ് ബിൻ ഹാരിത്ത് അങ്ങോട്ട് കടന്നു വന്നു. ഉടനെ റസൂൽ ആ പൊന്നുമോനോട് ചോദിച്ചു, മകനെ, ഈ 2 പേർ ആരാണ് നിനക്കറിയാമോ? ആ മകൻ അവരെ തിരിച്ചറിഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇതെൻ്റെ പിതാവ് ദാബിത്ത് ബിനു ഷുറാഹിയിലാണ്, മറ്റേതെൻ്റെ പിതൃവ്യനായ കഅബും. അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മോനോട് പറഞ്ഞു, ഞാൻ നിനക്കൊരു ഓപ്പൺ ചോയ്സ് തരികയാണ്, ഒരു തുറന്ന അവസരം. നിനക്ക് ഇവരുടെ കൂടെ പോകുവാനാണ് താല്പര്യമെങ്കിൽ തീർച്ചയായിട്ടും നിനക്ക് പോകാം. ഞാൻ സന്തോഷത്തോടെ നിന്നെ യാത്രയാക്കും. അതല്ല, എൻ്റെ കൂടെ ഇരിക്കാനാണ്, എൻ്റെ കൂടെ താമസിക്കുവാനാണ് നിനക്ക് താല്പര്യമെങ്കിൽ അങ്ങനെയും ചെയ്യാം. നിന്നെ ഞാൻ സ്വീകരിക്കുകയും ചെയ്യും. നീ തിരഞ്ഞെടുത്തു കൊള്ളുക. പ്രതീക്ഷാപൂർവ്വം പിതാവും സഹോദരനും കാത്തിരിക്കുകയാണ്. പക്ഷേ സെയ്ദിന് ഒട്ടും ആലോചിക്കേണ്ടി വന്നില്ല. ഒരു സെക്കൻഡ് പോലും സെയ്ദ് ബിൻ ഹാരിത്തിന് ആലോചിക്കേണ്ടി വന്നില്ല. പിതാവിനെയും പിതൃവിനെയും സാക്ഷി നിർത്തി ഹബീബിൻ്റെ മുഖത്തേക്ക് നോക്കി സെയ്ദ് ബിൻ ഹാരിത്ത് പറഞ്ഞു, എനിക്ക് അങ്ങയുടെ കൂടെ കഴിയുവാനാണ് ഇഷ്ടം. ഇത് കേട്ട് അന്തം വിട്ടുപോയി. അത്ഭുതത്തോടുകൂടെ പിതാവ് ചോദിച്ചു, മകനെ, നീ ഞങ്ങൾക്ക് പകരം, മാതാപിതാക്കൾക്ക് പകരം അടിമത്തമാണോ തിരഞ്ഞെടുക്കുന്നത്? അപ്പോൾ സെയ്ദ് ബിൻ ഹാരിത്ത് പറഞ്ഞു, ഞാൻ ഇപ്പോൾ ഉള്ള ആ വ്യക്തി സാധാരണ വ്യക്തിയല്ല. പല അത്ഭുത സംഭവങ്ങളും ഞാൻ ആ വ്യക്തിയിൽ കണ്ടിട്ടുണ്ട്. അവരുടെ കൂടെ ജീവിക്കുവാനാണ് എനിക്കിഷ്ടം. സ്വന്തം പിതാവ് വന്ന് വിളിച്ചിട്ടും ഉമ്മയുടെയും ഉപ്പയുടെയും കൂടെ ജീവിക്കാനുള്ള സുന്ദരമായ മുഹൂർത്തം കൺമുമ്പിൽ വന്നിട്ടും അതിനെ മാറ്റിവെച്ച് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ജീവിക്കുവാൻ തെരഞ്ഞെടുത്ത് സെയ്ദിൻ്റെ ആ തെരഞ്ഞെടുപ്പ് എല്ലാവരെയും അമ്പരപ്പിച്ചു കളഞ്ഞു. റസൂൽ അന്ന് പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല. അവിടത്തേക്ക് 25 വയസ്സ് കഴിഞ്ഞ് ഏതാനും ആയിട്ട് മാത്രമേ ഉള്ളൂ. കല്യാണം കഴിഞ്ഞ ഉടനെയാണ് അവിടത്തേക്ക് സെയ്ദിനെ സമ്മാനമായി കിട്ടുന്നത്. പ്രവാചകത്വത്തിന് ഇനിയും എത്രയോ വർഷങ്ങളുണ്ട്. അതാണെങ്കിൽ ഇവർക്കാർക്കും അറിയുകയുമില്ല. പ്രവാചകരാകും എന്ന ഉറപ്പ് കിട്ടിയതിന് ശേഷമല്ല ആ പൊന്നുമോൻ സെയ്ദ് ഞാൻ ഇവരുടെ കൂടെ തന്നെ ജീവിക്കുമെന്ന തീരുമാനമെടുത്തത്. ആ ഒരു സന്തോഷവേളയിൽ പിതാവിൻ്റെ കൂടെ പോകണ്ട, എനിക്ക് അങ്ങയുടെ കൂടെ ജീവിച്ചാൽ മതി എന്ന ആനന്ദകരമായ സന്തോഷം ആ സംഭാഷണം കേട്ട ഉടൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പൊന്നുമോൻ്റെ കരം പിടിച്ച് വിശുദ്ധമായ കഅബയുടെ അടുക്കിലേക്ക് നടന്നു. ഖുറൈശികളെല്ലാവരും അതിന് സാക്ഷിയായിരുന്നു. എന്നിട്ട് എല്ലാവരും കേൾക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഅബയുടെ അടുത്തേക്ക് ചെന്ന് അവിടെ നിന്ന് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഖുറൈശി സമൂഹമേ, നിങ്ങളെല്ലാവരും സാക്ഷിയാണ്. ഈ സെയ്ദ് ബിൻ താബിത്ത് എൻ്റെ മകനാകുന്നു. ഇവൻ എൻ്റെ അനന്തരാവകാശിയും ഞാൻ ഇവൻ്റെ അനന്തരാവകാശിയും ആയിരിക്കും. ആ മഹത്തായ ദൃശ്യം കണ്ട്, തൻ്റെ പ്രിയപ്പെട്ട മകന് കിട്ടിയ അതുല്യമായ അവസരം കണ്ട് പിതാവ് ഹാരിത്തയുടെയും കഅബിൻ്റെയും കണ്ണുകൾ നിറഞ്ഞൊഴുകി. വലിയ സന്തോഷത്തോടെയും നിറഞ്ഞ മനസ്സോടെ സമാധാനത്തോടെയുമാണ് പ്രിയപ്പെട്ട മകനെ മുഹമ്മദ് നബിയെ ഏൽപ്പിച്ച് അവർ തിരിച്ചുപോയത്. അന്ന് മുതൽ എല്ലാവരാലും സെയ്ദ് വിളിക്കപ്പെട്ടത് സെയ്ദ് ബിൻ മുഹമ്മദ് എന്നായിരുന്നു. മുഹമ്മദ് നബിയുടെ പ്രിയപ്പെട്ട മകൻ സെയ്ദ് എന്ന് എല്ലാവരും സ്നേഹത്തോടെ അങ്ങനെ വിളിച്ചു. ആ ഒരു പതിവ് സൂറത്ത് അഹ്സാബിലെ 5-ാമത്തെ ആയത്ത് ഇറങ്ങുന്നത് വരെയും തുടർന്നു വന്നു. ഉദ്ഉഹും ലി ആബാഇഹിം ഹുവ അഖ്സത്തു ഇൻദല്ലാഹ് എന്ന് തുടങ്ങുന്ന ആ ആയത്ത്, നിങ്ങൾ അവരുടെ പിതാക്കളിലേക്ക് ചേർത്ത് വിളിക്കുക, അതാണ് അള്ളാഹുവിൻ്റെ അടുത്ത് ഏറ്റവും നീതിപൂർവകമായത് എന്ന ആയത്തിറങ്ങുന്നത് വരെയും സെയ്ദ് ബിൻ മുഹമ്മദ് നബിയുടെ മകൻ സെയ്ദ് എന്നായിരുന്നു എല്ലാവരും അങ്ങനെ വിളിച്ചിരുന്നത്. ഈ ആയത്തിറങ്ങിയതിന് ശേഷമാണ് സെയ്ദ് ബിൻ ഹാരിത്ത് എന്ന് പിതാവിലേക്ക് ചേർത്ത് വിളിക്കാൻ തുടങ്ങിയത്. അപ്പോഴും ഹബീബിൻ്റെ പ്രിയപ്പെട്ട മകനെപ്പോലെ തന്നെ അവർ ജീവിച്ചു വന്നു. ആ തെരഞ്ഞെടുപ്പിന് ശേഷവും മുഹമ്മദ് നബിയുടെ കൂടെ ജീവിക്കാൻ തെരഞ്ഞെടുത്ത ആ നിമിഷത്തിന് ശേഷവും എത്രമാത്രം വലിയ സൗഭാഗ്യമാണ് തന്നെ കാത്തിരിക്കുന്നത് എന്ന് സെയ്ദിന് അറിയുമായിരുന്നില്ല. തൻ്റെ ഈ തെരഞ്ഞെടുപ്പ് കാരണം തനിക്കും തൻ്റെ പ്രിയപ്പെട്ടവർക്കും എല്ലാവർക്കും എത്രമാത്രം വലിയ ഔദാര്യമാണ് റബ്ബിൽ നിന്ന് വരാനിരിക്കുന്നത് എന്നവർ ഒരിക്കലും തിരിച്ചറിഞ്ഞിരുന്നില്ല. സൃഷ്ടിജാലങ്ങളിലേക്ക് മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിക്കാൻ പോകുന്ന പ്രവാചകരെയാണ് താൻ തിരഞ്ഞെടുത്തത് എന്നോ പ്രവാചകരിലെ സുൽത്താനരെയാണ് താൻ തിരഞ്ഞെടുത്തത് എന്നൊന്നും സെയ്ദ് ബിൻ ഹാരിത്തക്ക് അപ്പോൾ അറിയുമായിരുന്നില്ല. ലോകമെമ്പാടും വലിയ ധർമ്മത്തിൻ്റെയും നീതിയുടെയും ഉന്നതമായ സംസ്കാരത്തിൻ്റെയും
ആദർശത്തിൻ്റെ വിശാലമായ ലോകം സൃഷ്ടിക്കാൻ കാരണമാകുന്ന ഒരു മഹത്തായ ഭരണകൂടത്തിൻ്റെ ഭരണകർത്താവായി മാറാൻ പോകുന്ന, ലോകത്തിൻ്റെ നേതാവാൻ പോകുന്ന ആ മഹാവ്യക്തിയുടെ കൂടെ അതിൻ്റെ ഒന്നാമത്തെ ഘട്ടത്തിലാണ് താൻ ചേർന്നത് എന്നത് അവർ പിന്നീടാണ് തിരിച്ചറിയുന്നത്. അത്രമാത്രം ഭാഗ്യം ലഭിച്ച ഒരു മകൻ. സെയ്ദ് മാതാപിതാക്കൾക്ക് പകരം മുഹമ്മദ് നബിയെ തിരഞ്ഞെടുത്ത് ഏതാനും വർഷങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബി നബിയാണ് എന്നുള്ള പ്രഖ്യാപനം ആ സമൂഹത്തിന് നൽകി. ആദ്യഘട്ടത്തിൽ തന്നെ പുരുഷന്മാരുടെ കൂട്ടത്തിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ചവരിൽ ഒന്നാം സ്ഥാനത്ത് സെയ്ദ് ഇബ്നു ഹാരിത്തയും ഉണ്ടായിരുന്നു. പിന്നീട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രഹസ്യങ്ങൾ സൂക്ഷിച്ചു വെക്കുന്ന പ്രിയപ്പെട്ട സേവകൻ, അവിടുത്തെ എല്ലാ യുദ്ധങ്ങളിലും പ്രധാനപ്പെട്ട സൈനിക നേതൃത്വം പലപ്പോഴും വഹിച്ചിരുന്നത് സെയ്ദ് ഇബ്നു ഹാരിത്തായിരുന്നു. അതുമാത്രമല്ല, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ ഇല്ലാതിരുന്ന ചില ഘട്ടത്തിൽ അവിടുന്ന് നിർവഹിച്ചിരുന്ന ആ ഒരു നിർവഹണങ്ങളെല്ലാം, ആ ദൗത്യങ്ങളെല്ലാം നിർവഹിക്കാൻ പലപ്പോഴും ഏൽപ്പിക്കപ്പെട്ട ഒരു വ്യക്തി സെയ്ദ് ഇബ്നു ഹാരിത്തയായിരുന്നു. അത്രമാത്രം പ്രവാചകരുടെ ജീവിതമായി ഇഴുകിച്ചേർന്ന് ആ മഹാജീവിതത്തോട് ചേർന്ന് വളർന്നു വന്നു സെയ്ദ് ഇബ്നു ഹാരിത്ത റളിയല്ലാഹു അൻഹു. സെയ്ദ് ഇബ്നു റസൂലിനോടുള്ള സ്നേഹം വല്ലാത്ത ഒരു സ്നേഹമായിരുന്നു. പക്ഷേ അത് ഏകപക്ഷീയമായിരുന്നില്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സെയ്ദിനോടും വല്ലാത്ത അടുപ്പമായിരുന്നു. എപ്പോഴും കാണുവാനും കൂടെ ഇരിക്കുവാനും യാത്രയിൽ കൂടെ കൂട്ടുവാനും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആഗ്രഹിച്ചു. സെയ്ദ് എവിടെയെങ്കിലും യാത്ര പോയാൽ സെയ്ദ് തിരിച്ചു വരും ഒരു വല്ലാത്ത സന്തോഷം ആ മുഖത്ത് പ്രകടമായിരുന്നു. സെയ്ദിൻ്റെ അസാന്നിധ്യത്തിൽ സെയ്ദിനെ അന്വേഷിക്കുന്ന ഭാവങ്ങളും ആ തിരുമുഖത്ത് പ്രകടമായിരുന്നു. സെയ്ദിനെ കാണുമ്പോൾ പ്രകടിപ്പിച്ച അത്രയും സന്തോഷം ഒരിക്കലും മറ്റുള്ളവർ കണ്ടിട്ടില്ല. പലപ്പോഴും അങ്ങനെ ഉണ്ടായിട്ടില്ല. അതിനുദാഹരണമായൊരു സംഭവം ആയിഷ റളിയല്ലാഹു അൻഹ ഒരിക്കൽ പറയുന്നുണ്ട്. സെയ്ദ് ഇബ്നു ഹാരിത്ത മദീനയിലെത്തിയ ഘട്ടത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എൻ്റെ വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ സെയ്ദ് ഇബ്നു ഹാരിത്ത് ഞങ്ങളുടെ വീട്ടിൻ്റെ കതകിന് മുട്ടിയപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിൽ പൂർണ്ണമായ വസ്ത്രം ഉണ്ടായിരുന്നില്ല. ഔറത്ത് മറക്കുന്ന ഭാഗങ്ങളെല്ലാം മറച്ച് ഒരു ചെറിയ വസ്ത്രം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ പൂർണ്ണമായ വസ്ത്രം പോലും ധരിക്കാൻ കാത്തിരിക്കാതെ ധരിച്ച വസ്ത്രം ചേർത്ത് പിടിച്ചുകൊണ്ട് ഓടിച്ചെന്ന് ശരീരത്തിൻ്റെ മുകൾ ഭാഗത്തെ വസ്ത്രങ്ങളൊന്നുമില്ലാത്ത അവസ്ഥയിൽ നേരെ ചെന്ന് സെയ്ദിനെ സന്തോഷത്തോടുകൂടെ സ്വീകരിക്കുകയായിരുന്നു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. മറ്റൊരാളെയും ഇങ്ങനെ സ്വീകരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്ന് സയ്യിദത്തുന ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത് കേൾക്കുമ്പോൾ എത്രമാത്രമായിരുന്നു അവർക്ക് സെയ്ദ് ഇബ്നു ഹാരിത്ത പ്രിയപ്പെട്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സെയ്ദിനോടുള്ള തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്നേഹം എല്ലാവർക്കും അറിയുന്ന ഒരു പരസ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട ഒരു സമ്മാന, ഒരു സ്നേഹവാചനം എന്നർത്ഥത്തിൽ സെയ്ദുൽ ഹുബ്, പ്രേമവാചനം എന്നർത്ഥത്തിലായിരുന്നു അവരൊക്കെ സെയ്ദിനെ വിളിച്ചിരുന്നത്. പിന്നീട് സെയ്ദിന് ഒരു മകൻ ഉസാമ ഉണ്ടായപ്പോൾ ആ മകനെയും ആ ഒരു സ്നേഹത്തിൻ്റെ പേര് ചേർത്ത് അവർ വിളിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും സെയ്ദ് ഇബ്നു ഹാരിത്തയുടെയും സ്വഹാബത്തിൻ്റെയും ഒക്കെ ചരിത്രത്തിൽ നിർണായകമായ ഒരു സംഭവം ഹിജ്റ 8-ാം വർഷം നടക്കുന്നത്. ഹാരിസത്ത് ഇബ്നു ഉമൈർ അൽ അസദിയ എന്ന സ്വഹാബിയെ ബസറയിലുള്ള രാജാവിന് ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഒരു കത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തയച്ചു. അങ്ങനെ ആ കത്തുമായി യാത്ര ചെയ്ത് ആ സ്വഹാബി വര്യർ ജോർദാനിലെ മുഅത്ത എന്ന് പറയുന്ന പ്രദേശത്ത് എത്തിയപ്പോൾ ഗാസാസിനയിലെ ഭരണത്തിൻ്റെ നേതൃത്വത്തിൽ ഉള്ളവരിൽ ഒരാളായ ഷുഹറബീൽ ഇബ്നു അംർ എന്നയാൾ ഈ സ്വഹാബിയെ നേരിടുകയും ബന്ധനസ്ഥനാക്കുകയും ജനങ്ങളുടെ സമക്ഷത്തിൽ പരസ്യമായി ആ സ്വഹാബിയെ തലവെട്ടി കൊലപ്പെടുത്തുകയും ചെയ്തു. ഈ സംഭവം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വല്ലാതെ വേദനിപ്പിച്ചു. കാരണം ദൂതന്മാരെ ആരും സാധാരണ ആക്രമിക്കാറില്ല. അത് യുദ്ധനീതിയിൽപ്പെട്ടതാണ്. ഏതൊരു യുദ്ധമുണ്ടാകുമ്പോഴും സമാധാനത്തിൻ്റെ ദൂതർ, സന്ദേശവാഹകർ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്ലോമാറ്റ്സുകളായി യാത്ര ചെയ്തുകൊണ്ടേയിരിക്കും. ഇവിടെ ഒരു ദൂതനെ, താനയച്ച ഒരു ദൂതനെ പരസ്യമായി ജനങ്ങൾക്കിടയിൽ തലവെട്ടി കൊലപ്പെടുത്തിയിരിക്കുന്നു. ഉടനെ തന്നെ ഒരു സൈനിക നീക്കത്തിന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുക്കം കൂട്ടി. ഈ ഒരു സംഭവത്തിന് പകരം എന്ന രീതിയിൽ ഒരു സമരാഹ്വാനം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു. 3000-ഓളം ആളുകളുള്ള ഒരു സംഘത്തെ തയ്യാറാക്കി. ആ സംഘത്തിൻ്റെ നായകത്വം റസൂൽ ഏൽപ്പിച്ചത് സെയ്ദ് ഇബ്നു ഹാരിത്ത റളിയല്ലാഹു അൻഹുവിനെ ആയിരുന്നു. എന്നിട്ട് യാത്ര പുറപ്പെടാൻ നേരം
സെയ്ദ് ബിൻ ഹാരിത്തയോടും കൂടെയുള്ളവരോടുമായി തിരുനബി ഇങ്ങനെ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, സെയ്ദിന് വല്ല വിപത്തും സംഭവിക്കുകയാണെങ്കിൽ ജഅഫർ ബിൻ അബി ത്വാലിബിനെയാണ് നിങ്ങൾ നേതൃത്വം ഏൽപ്പിക്കേണ്ടത്. ജഅഫറിന് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ നിങ്ങൾ അബ്ദുല്ലാഹി ഇബ്നു റവാഹയെയാണ് ആ നേതൃത്വം ഏൽപ്പിക്കേണ്ടത്. അവർക്കും എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ നിങ്ങൾ കൂട്ടത്തിൽ ഒരാളെ തിരഞ്ഞെടുത്ത് നേതൃസ്ഥാനം ഏൽപ്പിക്കുക. അങ്ങനെ സെയ്ദ് ബിൻ ഹാരിത്ത റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിലുള്ള ആ മഹത്തായ സംഘം ജോർദാന്റെ ഭാഗമായ മആൻ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയപ്പോൾ അപ്രതീക്ഷിതമായ ഒരു സംഭവം നടന്നു. റോമൻ ചക്രവർത്തിയായ ഹിറക്കൽ ഗാസാസിനക്കാരെ സഹായിക്കാൻ വേണ്ടി 100,000 ആളുകളുള്ള സൈന്യത്തെ കൊണ്ട് അങ്ങോട്ട് വന്നു. അതോടൊപ്പം തന്നെ ഗാസാസിനക്കാരും അവരെ സഹായിക്കുന്ന കുറേ ഗോത്രങ്ങളെല്ലാവരും ചേർന്നുകൊണ്ട് 100,000-ഓളം വരുന്ന മറ്റൊരു സൈന്യവും, ഈ 2 സൈന്യവും ചേർന്ന് 2,00,000 വരുന്ന ശത്രുക്കൾ 3,000-ഓളം വരുന്ന മുസ്ലിം പടയാളികളെ നേരിടുവാൻ വേണ്ടി മുസ്ലിം സൈന്യം തമ്പടിച്ചിരിക്കുന്നതിന് സമീപത്തേക്ക് എത്തി. ഈ ഘട്ടത്തിൽ സ്വഹാബികൾ ആലോചിച്ചു, പ്രതീക്ഷിച്ചതിനും എത്രയോ അപ്പുറമാണ് മറുഭാഗത്തുള്ള സംഖ്യ. ഇപ്പോൾ യുദ്ധം ചെയ്യുകയാണോ വേണ്ടത്? അതല്ല ഇപ്പോഴത്തെ അവസ്ഥ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയിച്ച് അവിടുത്തെ ഒരു അറിയിപ്പും കൂടെ കിട്ടിയതിന് ശേഷം യുദ്ധം ചെയ്താൽ മതിയോ എന്ന ചില ചർച്ചകളൊക്കെ അവർക്കിടയിൽ നടക്കുകയുണ്ടായി. 2 രാവുകൾ അങ്ങനെ ആ ചർച്ചയിൽ കഴിഞ്ഞുകൂടിയപ്പോൾ അവസാനം കൂട്ടത്തിലൊരു സ്വഹാബി ഇങ്ങനെ പറഞ്ഞു, സംഘത്തിൻ്റെ വലിപ്പമോ ആളുകളുടെ എണ്ണമോ കണ്ടിട്ടല്ല നമ്മളൊന്നും യുദ്ധത്തിന് വന്നതും, ആളുകളുടെ എണ്ണബലത്തിലല്ല പ്രധാനപ്പെട്ട കാര്യമുള്ളത്. ഒന്നുകിൽ നമുക്ക് വിജയം, അല്ലെങ്കിൽ നമുക്ക് രക്തസാക്ഷിത്വം. 2ആയാലും നമുക്ക് സന്തോഷമാണ്. നമുക്ക് ധൈര്യത്തോടെ മുന്നോട്ട് പോകാം. എല്ലാവരും ആ നിർദ്ദേശം പരിഗണിച്ച് യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുക്കുകയാണ് ഉണ്ടായത്. തുടർന്ന് മുഅത്തയിൽ, ഇന്നത്തെ ജോർദാനിൻ്റെ അമ്മാനിൻ്റെ പരിസരത്തുള്ള ഒരു സ്ഥലമാണ് മുഅത്ത. അവിടെ വെച്ച് 2 സൈന്യവും തമ്മിൽ അതിഭീകരമായ യുദ്ധം നടന്നു. മുസ്ലിം പക്ഷത്ത് 3,000 പടയാളികൾ മാത്രം, മറുപക്ഷത്ത് 2,00,000-ത്തിലധികം വരുന്ന സർവ്വസന്നാഹങ്ങളോട് കൂടെ എത്തിയവരും. മുസ്ലിം പക്ഷത്തിൻ്റെ അതിശക്തമായ മുന്നേറ്റം കാരണം ശത്രുപക്ഷത്ത് വലിയ ഭീതി ഉണ്ടായി. വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുവാനും വലിയ പരാജയ ഭീതിയിലേക്ക് അവരെ കൊണ്ടുപോയി തള്ളിവിടാനും മുസ്ലിം സൈന്യത്തിന് സാധിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ പതാകയുമേന്തി നെഞ്ചോട് ചേർത്ത് അതിഗംഭീരമായ നേതൃത്വമാണ്, പോരാട്ടമാണ് സെയ്ദ് ബിൻ ഹാരിത്ത കാഴ്ചവെച്ചത്. അദ്ദേഹത്തിൻ്റെ ആ മഹത്തായ പോരാട്ടവീര്യവും സാന്നിധ്യവും മുസ്ലിം പടയാളികൾക്ക് വലിയ ഊർജവും ഉണർവും ധൈര്യവും നൽകി. ധീരതയുടെ വിഷയത്തിൽ അതുല്യമായ മുന്നേറ്റമാണ് സെയ്ദ് റളിയല്ലാഹു അൻഹു നടത്തിയത്. ഓരോ തവണ ആ ശരീരത്തിൽ കുന്തങ്ങൾ കയറിയിറങ്ങുമ്പോഴും പതാക നെഞ്ചോട് ചേർത്ത് അവർ യുദ്ധം ചെയ്തുകൊണ്ടേയിരുന്നു. അവസാനം 100-ലധികം കുന്തങ്ങളുടെ കുത്തുകളേറ്റ് 100-ലധികം കുന്തങ്ങൾ കയറിയിറങ്ങിയ ശരീരം കൊണ്ട് അവസാന ഘട്ടത്തിലാണ് അവർ ആ യുദ്ധക്കളത്തിൽ രക്തസാക്ഷിയായി വീഴുന്നത്. അവർ വീണ ഉടനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശം നേരത്തെ അവർക്ക് കിട്ടിയത് പ്രകാരം ജഅഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ആ യുദ്ധത്തിൻ്റെ നേതൃത്വം ഏറ്റെടുത്തു. അവരും ശത്രുക്കളോട് സധീരം പോരാടി. ഏതാനും സമയം കഴിഞ്ഞപ്പോൾ അവരും ശത്രുക്കളുടെ വെട്ടേറ്റ് ആ യുദ്ധക്കളത്തിൽ വീഴുകയാണുണ്ടായത്. തുടർന്ന് അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു യുദ്ധത്തിൻ്റെ നേതൃത്വം ഏറ്റെടുത്ത് ശക്തമായി മുന്നോട്ട് പോയി. ഏതാനും സമയങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും അബ്ദുല്ലാഹി ഇബ്നു റവാഹയും ആ യുദ്ധത്തിൽ വീണു പോവുകയാണ്. ഷഹീദായി രക്തസാക്ഷിത്വം വഹിക്കുകയാണ് ഉണ്ടായത്. ശേഷം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരത്തെ നിർദ്ദേശിച്ചതുപോലെ ആ സംഘത്തിൽ നിന്ന് ഒരാളെ അവർ ലീഡറായി തിരഞ്ഞെടുത്തു. ഇസ്ലാമിലേക്ക് വന്നിട്ട് കൂടുതൽ കാലമായിട്ടില്ലാത്ത, എന്നാൽ യുദ്ധതന്ത്രത്തിൽ വളരെയധികം മികച്ച പാരമ്പര്യമുള്ള ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിനെയാണ് അവർ യുദ്ധത്തിൻ്റെ ആ സൈന്യത്തിൻ്റെ നേതാവായി പിന്നീട് തിരഞ്ഞെടുത്തത്. മറുഭാഗത്തുള്ള 2,00,000 വരുന്ന സൈന്യത്തിൻ്റെ മുമ്പിൽ നിന്ന് ഏതാനും ആളുകൾ മാത്രമുള്ള ഇസ്ലാമിക സൈനികരെ തന്ത്രപൂർവ്വം രക്ഷപ്പെടുത്തുക എന്ന അതിമഹത്തായ ദൗത്യമാണ് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു നിർവഹിച്ചത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ തന്ത്രപരമായ നീക്കം അദ്ദേഹം പുറത്തെടുത്ത് വിജയകരമായി ആ യുദ്ധത്തിൽ നിന്ന് മുസ്ലിം സൈന്യത്തെ അദ്ദേഹം മദീനയിലേക്ക് തിരിച്ചെത്തിക്കുകയാണ് ചെയ്തത്. മുഅത്തയിൽ നിന്നുള്ള യുദ്ധത്തിൻ്റെ വിവരങ്ങൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സെക്കൻഡുകൾ തന്നെ അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട, താൻ വളർത്തിക്കൊണ്ടുവന്ന, തൻ്റെ മകൻ എന്ന് പോലും വിളിച്ചിരുന്ന
പ്രിയപ്പെട്ട സെയ്ദ് ബിൻ ഹാരിത്തയുടെ രക്തസാക്ഷിത്വവും, തുടർന്ന് ജാഫർ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹ് ബിൻ റവാഹയും എല്ലാവരും യുദ്ധക്കളത്തിൽ ഷഹീദായ വാർത്ത അപ്പോൾ തിരുനബിക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹു അറിയിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അവരുടെ മുഖത്ത് ആ ഒരു വേദന, വേർപാടിൻ്റെ വേദന വല്ലാതെ പ്രകടമായിരുന്നു. പക്ഷേ ദീനിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രക്തസാക്ഷിത്വത്തിന് വേണ്ടി എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരഞ്ഞെടുത്തത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സെയ്ദ് ബിൻ ഹാരിത്തിൻ്റെ വീട്ടിലേക്ക് എത്തിയപ്പോൾ സെയ്ദ് ബിൻ ഹാരിത്തിൻ്റെ ഒരു ചെറിയ പ്രായമുള്ള പൊന്നമോൾ ഓടി വന്ന് ഹബീബിനെ കെട്ടിപ്പിടിച്ചു. ആ സമയത്ത് ഹബീബ് ഉറക്കെ പൊട്ടിക്കരഞ്ഞു. അത് കണ്ട് സഅദ് ബിൻ ഉബാദ ചോദിച്ചു, എന്താണ് തങ്ങളെ ഇത്? അപ്പോൾ റസൂൽ പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ്റെ വേർപാടിലുള്ള ആ ഒരു വേദനയാണ് ഈ കാണുന്നത് എന്ന്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങോട്ടും സെയ്ദ് ബിൻ ഹാരിത്ത തങ്ങൾ ഇങ്ങോട്ടും വല്ലാതെ സ്നേഹിച്ചിരുന്ന ആ ഒരു മഹത്തായ സ്നേഹം സാന്നിധ്യം ലഭിക്കാൻ ഭാഗ്യം ലഭിച്ച സെയ്ദ് ബിൻ ഹാരിത്ത റളിയല്ലാഹു അൻഹു ഇന്നത്തെ ജോർദാനിലെ അമ്മാനിന് സമീപത്തെ മുഅത്ത എന്ന ആ പ്രദേശത്ത് അവരുടെ ഖബർ ഷരീഫ് നിലകൊള്ളുകയാണ്. നാളെ ഹബീബിൻ്റെ സവിധത്തിൽ വെച്ച് അവരെ കാണുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.